ഹലോ സുഹൃത്തുക്കളെ, നൂറുമേനി കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. നമുക്കൊരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് അത് വെക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 15 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 10 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 2 കഷ്ണം തക്കോലം എടുത്തിട്ടുണ്ട്, 3 കഷ്ണം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്, 3 സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 3 സ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്, 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലാണ് മന്തിക്ക് ഏറ്റവും നല്ലത്. എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 2 വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു പാനിലേക്ക് നമ്മൾ വിനാഗറും ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കഴുകി വെച്ചിരുന്ന ചിക്കനാണ് കേട്ടോ. അത് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ എടുത്തു വെച്ച മസാലകളെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചു കൊടുക്കേണ്ടതുണ്ട്. പൊടിക്കല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ആ ക്രഷ് ചെയ്തതിനു ശേഷം നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും നേരത്തെ ക്യാപ്സിക്കവും മല്ലിയിലയും സവാളയും കൂടി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ 1 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ അകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെസ്റ്റിന് വെക്കാം കേട്ടോ. ഒരു 3 മണിക്കൂറും 4 മണിക്കൂറാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിന്റെ ഗോൾഡ് റൈസ് ആണ് എടുത്തിരിക്കുന്നത്. അത് 1 കിലോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1.5 കിലോ ചിക്കൻ 1 കിലോ റൈസ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. 1 മണിക്കൂറോളം ഒന്ന് കുതിരട്ടെ. എന്നിട്ട് നമുക്ക് പിന്നെ അടുപ്പ് കത്തിച്ച് നമ്മുടെ ചിക്കൻ എടുത്ത് നമുക്ക് അടുപ്പിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്താണ് വേവിക്കുന്നത്. നമുക്ക് അതിന് ഗ്രേവി ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മൾ അരി ഇടാൻ വേണ്ടി ഒരു ചരുവത്തിലേക്ക് അരച്ചരുവം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് രണ്ടും ആയി വരുമ്പോൾ നമുക്കൊരു സലാഡ് ഉണ്ടാക്കാം, ഒരു ചമ്മന്തി ഉണ്ടാക്കാം, ചട്നി ഉണ്ടാക്കാം ഇതിലേക്ക് കേട്ടോ. അതിന് നമ്മൾ 5 അല്ലി വെളുത്തുള്ളിയും, ഒരു പച്ചമുളകും, ഒരു പിടി മല്ലിയിലയും ഇട്ടിട്ടുണ്ട്, ഒരു 3 തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്, 1 സ്പൂൺ ഉപ്പിടാം, 1 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. അതോടെ മാറ്റി വെക്കാം കേട്ടോ. നല്ലതുപോലെ അരച്ചെടുത്ത് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെ ചിക്കൻ ഏതാണ്ട് വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കൊരു സലാഡ് ഉണ്ടാക്കാം. അതിന് 2 പിന്നെ കുക്കമ്പറും, 2 ക്യാരറ്റും, ഒരു തക്കാളിയും, ഒരു സവാളയും, ഒരു പച്ചമുളകും, കുറച്ച് മല്ലിയിലയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് 2 സ്പൂൺ വിനാഗർ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടിപൊളി സലാഡ് റെഡിയാണ് കേട്ടോ. നമ്മുടെ വെള്ളം ഏതാണ്ട് അരിയുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതവിടെ കിടന്ന് വേകട്ടെ. ഇനി അത് ഊറ്റി വെച്ച ചോറും നമ്മുടെ ചിക്കനും എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ദമ്മിട്ട് കൊടുക്കാം. നല്ലൊരു ദമ്മിട്ട് കൊടുക്കാനുണ്ട്. ഈ ദമ്മിട്ട് കൊടുക്കുമ്പോൾ ആ ചോറിന്റെ ആവി നമ്മുടെ ക്യാമറയെ ഗ്ലാസ്സിൽ തട്ടിക്കൊണ്ട് ഒരു ചെറിയ മങ്ങൽ പറ്റിയിട്ടുണ്ട്, ക്ഷമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടുകൊണ്ട് ഒരു 5-6 പച്ചമുളക് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. കുറെ മല്ലിയില ഇടാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ ഗ്രേവി നമുക്ക് ഈ ചോറിന്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റിയാണ് ഈ ചോറ്. നിങ്ങൾ കഴിച്ചു നോക്കണം. എന്നിട്ട് നമ്മൾ ഒരു ശകലം പാലിൻ്റെ അകത്ത് ഇത്തിരി മഞ്ഞ ഫുഡ് കളർ നമ്മൾ കലക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ മഞ്ഞ കളറും കൂടെ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അവസാനം നോക്കും നല്ല അടിപൊളി ഒരു മന്തി ആയിരിക്കും കേട്ടോ. ഇനി നമുക്കൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അതിന് നമ്മൾ 2 കഷ്ണം കരി എടുത്തിട്ടുണ്ട്. ആ കരിയാണ് നമ്മൾ ഇതിലേക്ക് കത്തിച്ച് വെച്ച് മൂടി വെക്കുന്നത് കേട്ടോ. നല്ലൊരു നമ്മൾ ആ കളർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കരി കത്തിച്ച് നമ്മൾ ആ കരിയുടെ പുറത്തേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിക്കുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പുക കിട്ടും. ആ പുകയോട് കൂടി നമ്മൾ അടച്ച് മൂടി ദമ്മിടാൻ വെക്കാം. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം അടിപൊളിയായിരിക്കും. പിന്നെ ഈ ചാനൽ കാണുന്ന നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരാണെങ്കിൽ എന്നെ ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നെ വിമർശിക്കേണ്ടവർക്ക് വിമർശനവും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഉപദേശങ്ങളും എന്നെ അറിയിക്കുക. ഇനി നമുക്ക് ആ മന്തി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയാണ്. നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ഒരു മന്തി അല്ല ഇത്. സൂപ്പർ. ഞാൻ പറഞ്ഞില്ലേ, അടിപൊളിയാണ്. നിങ്ങൾ മന്തി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ആ ചിക്കനൊക്കെ
നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ റൈസ് ഒക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിലേ എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാൻ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കുറഞ്ഞ ദിവസം കൊണ്ട് എനിക്ക് 500 സംതിങ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു.